ഹായ്, എല്ലാവർക്കും SF ട്രാവൽ ഡയറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഒരു സർപ്രൈസ് വീഡിയോ ആണ്. സർപ്രൈസ് വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഹോളിഡേ മച്ചാന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്. പക്ഷെ നമ്മൾ അറിയാൻ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഡിലേ ആയി. അപ്പം നമ്മൾ ചെറിയ മട്ടത്തിൽ അതൊന്ന് സർപ്രൈസ് ആയിട്ട് പുള്ളിക്ക് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. പക്ഷെ ആ സർപ്രൈസ് കൊടുക്കുന്നത് നമ്മളല്ല, പുള്ളിൻ്റെ വൈഫ് നാട്ടിലുള്ളത്. നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ പ്രകാരമാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പ്രശാന്തേട്ടൻ അവിടെ ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല, ചെറിയ മട്ടത്തിൽ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും. പക്ഷെ അത് പുള്ളിക്ക് സർപ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കും. നമ്മൾ ഇവിടുന്ന് നേരെ ഇനി പോകുന്നത് പ്രശാന്തേട്ടൻ്റെ അടുത്തേക്കാണ്. പ്രശാന്തേട്ടൻ്റെ അടുത്ത് പോയി അവിടുന്ന് ഹോളിഡേ മലയാളത്തിലെ ബ്രോനെയും പിക്ക് ചെയ്ത് നേരെ നമ്മൾ വേറെ റൂമിൽ പോയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ഫുള്ള് സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഹോളിഡേ മലയാളം മച്ചാൻ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനും പ്രശാന്തേട്ടനും മാത്രമേ ഈ കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം പ്രശാന്തേട്ടന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പ്രശാന്തേട്ടൻ വരുന്നുണ്ട്. പ്രശാന്തേട്ടനും കാത്തിട്ടാണ് എടുക്കുന്നത്. വിളിച്ചു നോക്കല്ലേ. എവിടെയുള്ള കറക്റ്റ്? ആ ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്തണ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പ്രശാന്തേട്ടൻ നമ്മൾ വിളിച്ചു. പ്രശാന്തേട്ടൻ കുറച്ച് മുമ്പോട്ടായിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് മുമ്പോട്ട് പോകാം. ആളെ കിട്ടിയതേ. ക്യാമറ വേണ? ആ ക്യാമറ വേണ. ലൈവിൽ പോവാന്ന് വിചാരിച്ചു. ആണോ? വെറുതെ പിടിച്ചോ. ഇത് റെക്കോർഡാ? എന്താ സംഭവം? നമ്മള് ഇന്നത്തെ പരിപാടി നമ്മുടെ ഹോളിഡേസ് മലയാളം വ്ളോഗിന്റെ ബ്രോ മുതലാളി, പിന്നെ ആളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാ. അപ്പോൾ വൈഫ് ഇവിടെ ഇല്ല, നാട്ടിലുള്ളത്. പിന്നെ അപ്പോൾ വൈഫും വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് സർപ്രൈസ് കൊടുക്കണമെന്ന് ഇന്ന് ലെഫ്റ്റ് ഇട്ടു. അപ്പോൾ നമ്മൾ പിന്നെ ആളെടുക്കാൻ പോവാണ്. എടുത്തിട്ട് ഒന്നുമില്ല, ചെറിയൊരു കേക്ക് കട്ടിങ്, ഒരു ഗിഫ്റ്റ്. പക്ഷെ ആളൊന്നും അറിയില്ല, നമ്മളിതുവരെ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. ഒന്ന് നോക്കട്ടെ എത്രത്തോളം സക്സസ് ആവുമെന്നറിയില്ല. ബാക്കി നമുക്ക് കാണാം. അല്ല ബ്രോ, റിയാക്ഷൻ നമുക്ക് കണ്ടറിയണം അല്ലെ, എങ്ങനെയുണ്ട് എന്നുള്ളത്. ചെറിയൊരു പരിപാടി. നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടാണ് കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അതുപരമായിട്ട് കുറച്ച് കാര്യങ്ങളെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എനിക്കൊരു സർപ്രൈസ്, ഞാനും അറിയില്ല. ക്യാമറ ഒക്കെ ഓണാക്കി സെറ്റായിട്ട് വരികയെന്നുള്ളത്. നമ്മൾ എവിടെ പോയി ക്യാമറ ഓണാക്കൂലേ? സൂക്ഷിക്കണല്ലേ, എന്റെ കൂടെ എല്ലാം ഒന്ന് സെറ്റായിട്ട് വരണല്ലേ. ഞാൻ പ്രിപ്പയർ ആയിട്ടേ ഇല്ല. പൗഡർ ഇട്ടില്ല, സ്പ്രേ അടിച്ചില്ല. അപ്പൊ ഓക്കെ, നമുക്ക് പിന്നെ ബ്രോനെ കയറിയിട്ട് അവിടെ നിന്ന് കാണാം. ഓക്കെ, നമ്മൾ ഏകദേശം ബ്രോന്റെ സ്ഥലത്തെത്തി. ഇപ്പൊ പുള്ളി പുറത്ത് ഇറങ്ങി നിന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് പുള്ളിന്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്. ഫസ്റ്റ് നമ്മളെ കാണുമ്പോൾ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട് ആദ്യം നോക്കാം. അതിലൊരു മാറ്റം ഇല്ലെങ്കിൽ പിന്നെ ബാക്കി ഒന്നിലൊരു മാറ്റം ഉണ്ടാവില്ല. നമ്മളെ കാണുമ്പോഴേ അങ്ങനെ ഉണ്ടാവാൻ തോന്നില്ല. നമ്മളൊന്നും പറഞ്ഞു, നമ്മള് ക്യാമറയും പിടിച്ച് നിൽക്കുമ്പോ അവൻ ഇതെന്താടാ വേറെ പണിയൊന്നുമില്ലെന്നൊക്കെ ചോദിക്കും ചിലപ്പോ. നമ്മൾ ഇല്ല, പണിയില്ല, നമ്മള് വ്ളോഗായിട്ട് ഇറങ്ങിയാണ്, നമ്മൾ നിന്നെന്ന് പൊക്കിയാന്നൊക്കെ പറയും. നോക്കാം എത്രത്തോളം ഇതാവുന്നു. എവിടെ ഉണ്ടെന്നാ പറഞ്ഞ. ഇപ്പൊ വിളിച്ചിട്ടുണ്ട്, അവിടെ ഉണ്ട്, വന്ന് കയറുന്നുണ്ട്. ഇതാണ് നമ്മളെ ഹോളിഡേസ് മലയാളത്തിന്റെ മുതലാളി. ഹോളിഡേ മലയാളത്തിന്റെ മുതലാളി. എന്താ രണ്ട് വാക്ക് പറയും ബ്രോ? പറഞ്ഞോ. ഷിഫാറത്ത് വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല. അവൻ വേറൊരു വൈബ് മനുഷ്യനാണ്. പാലാണ്, തേനാണ്, മുത്താണ്, കരളാണ്. ക്യാമറ കട്ട് ചെയ്തതിന് നീ തന്നെ പറയണം, ഞാൻ ചോദിക്കും. അതുപോലെ തന്നെ എന്താ പറയാ, തള്ളു 6ാമത്തെ വയസ്സില് വണ്ടി എടുത്ത് റോഡിലിറങ്ങിയ ആളാ. ബാംഗ്ലൂർക്ക് പോയ മനുഷ്യനാ. ഹൈവേയിലൂട്ടാ. ഏതാ പറപ്പിക്കല്. 100-110 ഞാൻ പിടിച്ചു ആ സമയത്ത്. അതാണ് 6ാം ക്ലാസ് ആയതുകൊണ്ട് അത്ര ആയിട്ടുള്ളൂ. നമ്മളെ കണ്ടന്റ് ഇല്ല, കണ്ടന്റ് ഉണ്ടാക്കുന്ന നമ്മളെ ഷിഫാറിന്നത്തെ യാത്രയെ പറ്റിയിട്ടുള്ള കണ്ടന്റ് നമ്മള്. പിന്നെ അല്ല, ഇന്ന് ഇപ്പൊ പറഞ്ഞു നിർത്തി എവിടെയാ?
ഷിഫാരത്തിന്റെ അല്ല അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു, തള്ളല് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇല്ല. എന്താ നമ്മള് അങ്ങനെയാണ്, നമ്മളെന്തും കണക്ട് ചെയ്യും അല്ലേ? പിന്നെ ഫേസ്ബുക്കിൽ പോയിക്കൊണ്ടിരിക്കല്ലേ, എന്റെ തള്ളെല്ലാം നല്ല ലെവലിൽ പോയി. തള്ളം ഇട്ടെടുത്തേ. അതിപ്പോ സമയത്തറിയായി, ഇപ്പൊ സമയം കറക്റ്റ് 8:15 നമ്മളൊരു ഫ്രണ്ടിന്റെ പരിപാടി വീട്ടിലേക്ക് ഇവിടുന്ന് സ്ട്രൈറ്റ് കാണല് ഏകദേശം. ബ്രോ നമ്മളിതാ അവിടെ അപ്പൊ അച്ഛന്മാരാ പ്രശ്നം ക്യാമറ ഇരിക്കും. അപ്പൊ നമ്മളെ ഹോളിഡേസ് മലയാളം വ്ളോഗ് എല്ലാരും സെർച്ച് ചെയ്തിട്ട് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് വീട് അനക്കുള്ള ചങ്ങായ ആളുകളൊക്കെ പറയുന്നില്ലേ. അപ്പൊ തീപ്പാറ വീഡിയോ സംബന്ധം ഹോളിഡേസ് മലയാളം വ്ളോഗ്. ഓക്കെ, മറക്കണ്ട ഹോളിഡേസ് മലയാളം വ്ളോഗ്. അപ്പൊ എല്ലാരും കേട്ട് അറിഞ്ഞും മുറിഞ്ഞ് സെർച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിടുത്തം വിട്ടേക്കുക. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മച്ചാന്. അതിന്റെ ഇടയ്ക്ക് സെൽഫ് ഗോളും സെൽഫ് പ്രൊമോഷനും. ഇത്ര നേരം നമ്മളെ പൊക്കിയത് ഇതിനാന്നുള്ളത് ഞാൻ അറിയില്ലായിരുന്നു. പൊക്കിയത് അല്ല, ഏതായാലും പറഞ്ഞല്ലോ ഞാനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ബ്രോന്റെ ചാനല് നല്ലൊരു സിനിമാറ്റിക് വ്ളോഗായിട്ട് ഫീൽ ചെയ്യും. കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് ആണ് ബ്രോ, ഇവിടുന്ന് റൈറ്റ് എടുത്ത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ബ്രോനെ അവിടെ ഇരുത്തിക്കൊണ്ട് നമുക്ക് കേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ നൈസായിട്ട് ബ്രോൻ്റെ അടുത്ത് പറഞ്ഞ്, ബ്രോ എനിക്കൊരു കാര്യം പറയാണ്ട് ഒന്ന് പുറത്ത് വരുമോ എന്ന് പറഞ്ഞ് പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി നൈസായിട്ട് കേക്ക് സെറ്റ് ചെയ്തു. പ്രശാന്ത് ഏട്ടൻ ആ സമയം കൊണ്ട് നല്ലോണം കേക്കൊക്കെ സെറ്റ് ചെയ്ത്. ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത മനുഷ്യനായി പോലെ. ഇത് നിന്റെ സ്വന്തം പ്രിയതമ സെറ്റ് ചെയ്തോ. അതിനെങ്കിലും ഒരു എക്സ്പ്രഷൻ കൊടുക്കണ. ഇവിടെ നോക്കിട്ട് ഒരു എക്സ്പ്രഷൻ എന്നോട് വിളിച്ചു പറയുന്നത് ഇതൊക്കെ എഴുതണം, ഇങ്ങനെ എഴുതണം, ഒരു ഗിഫ്റ്റ് സ്പെഷ്യലായിട്ട് ചോദിച്ചോണ്ടില്ലേ. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തോളൂ. ഇതിപ്പോ എന്തായാലും ഓള് കാണുമായിരിക്കും അല്ലേ? കൊടുത്തില്ല. നീ രഞ്ജമ്പായി കേട്ടോ. കട്ട് ചെയ്തതാ, നിന്റെ കട്ടിങ് ആണ് സാറല്ലേ. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെ സമയമുണ്ട്, നമ്മൾ ഫുൾ ഫ്രീ ആണ്. എവിടെയാണ് പാർട്ടി സെറ്റ് കൊടുത്ത പരിപാടി പുള്ളിക്ക് എങ്ങനെയോ അറിഞ്ഞിനോ എന്നൊരു സംശയം. ഒരു എക്സ്പ്രഷൻ ഉണ്ടായിട്ടില്ല. ഏതായാലും സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് പുള്ളിന്റെ വൈഫാ കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ അടിപൊളി. അപ്പോൾ നമ്മളിതാ മച്ചാനിതാ അവിടെ ഉണ്ട് ഒരു സർപ്രൈസ് ഇതൊക്കെ കൊടുത്തിട്ട്. മച്ചാൻ്റെ വക ഗംഭീര ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, എവിടെയോ പോകാന്ന് പറഞ്ഞു. വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്, വണ്ടി എടുക്കാൻ പറഞ്ഞു, വണ്ടി എടുത്തിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഫുഡ് കഴിക്കാൻ പോകാന്നാ പറഞ്ഞത്. നോക്കാം, നോക്കിയിട്ട് ഫുഡ് കഴിക്കുന്നെടുക്കുന്ന ഒരു വീഡിയോ കൂടി എടുക്കാം കേട്ടോ. മച്ചാൻ്റെ പൊളി പാർട്ടിയാന്നാ പറഞ്ഞത്. ഓക്കെ, നോക്കിയിട്ട് അവിടെ നിന്ന് കാണാം. ബ്രോ പറ, എന്താ ഓർഡർ ചെയ്തത്?
നിന്റെ ഡേ ആണ്. ഓൾറെഡി ഓർഡർ ചെയ്തു. സ്പൈസി ഗ്രില്ല്, അതായത് നമ്മുടെ ചിക്കൻ 2 ഫുൾ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ഫുൾ ചിക്കൻ പെപ്പർ സ്പൈസി ഫ്ലേവർ വന്നിട്ട് ബാക്കി ഇന്നത്തെ ദിവസം എന്തെങ്കിലും പറയാനുണ്ടോ? നിന്റെ ഡേ ആണ്. പീസ്ഫുൾ. മലയാളം വ്ളോഗിൻ്റെ ഓണറായ ഷർജിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി പാർട്ടിയാണ്. നല്ല ഗ്രിൽ ചിക്കൻ, പെപ്പർ ഫ്ലേവർ ഗ്രിൽ ചിക്കൻ നമുക്ക് വേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിച്ചുകൊണ്ട് നമ്മൾ മോൻ്റെ താങ്ക് യു വെരി മച്ച് ഫോർ പാർട്ടി. അപ്പോൾ അനക്കെന്നെ നമുക്ക് താങ്ക് യു മച്ച്. ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ, കാണുന്നില്ലേ? ഒറ്റ പീസ് ബാക്കിയില്ല, എല്ലാം തീർത്തിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹോളിഡേയ്സ് മലയാളം വ്ളോഗ് അത് മാത്രം ചെയ്താൽ മതി. ഇങ്ങനെയുണ്ട് ഫുഡ്. അടിപൊളിയാണ്, നല്ല സ്പൈസി ഫുഡാണ്. നല്ല അടിപൊളി സ്പൈസി. ഇത് ഒരു സ്പെഷ്യൽ മസാല കൂട്ടാന്ന് തോന്നുന്നു. അടിപൊളി മസാല കൂട്ട്, നല്ല അടിപൊളി സാധനം, നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. എല്ലാം അടിപൊളി. അപ്പോൾ നമ്മളിപ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങി. പക്ഷെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ബ്രോക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഒരു എക്സ്പ്രഷനും കാണിക്കാണ്ട് സർപ്രൈസ് ഏറ്റിട്ടില്ലാന്ന് തോന്നുന്നത്. പൊളിയാന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അത്ര തോന്നിയില്ല. വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു എക്സ്പ്രഷനും വന്നിട്ടില്ല മുഖത്ത്. ഏതായാലും ഫുഡെല്ലാം അടിപൊളി ബ്രോ. അടിപൊളി ഫുഡ്, അടിപൊളി ഫുഡ്. ഏതായാലും നല്ല ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ചെങ്ങൊന്ന് വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ബ്രോ ഒരു ബൈ അടിച്ചാളാ. ബൈ.